മണ്ണിൽ പുതഞ്ഞുപോയ ജീവനുകളെ വീണ്ടെടുക്കാൻ രാപ്പകൽ ഭേദമില്ലാതെ കഷ്ടപ്പെടുകയാണ് രക്ഷാപ്രവർത്തകർ. അപകടം നടന്ന് 20 മണിക്കൂർ പിന്നിട്ടിട്ടും മണ്ണിനടിയിൽപ്പെട്ടവരെ വീണ്ടെടുക്കാനായിട്ടില്ല. ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ ഉൾപ്പെടെ 200ഓളം പേർ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. ചിദംബരം നഗർ സ്വദേശി രാജ്കുമാറും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ വീടിന് മുകളിലേക്ക് വീണ കൂറ്റൻ പാറ പൊട്ടിച്ചു നീക്കിയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ പ്രദേശത്തേക്ക് എത്തിക്കാനായിരുന്നില്ല. നിലവിൽ പ്രത്യേകം പാതയൊരുക്കി മണ്ണുമാന്തി യന്ത്രങ്ങൾ സംഭവസ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. കൃഷ്ണഗിരി മേഖലയിൽ ശക്തമായ മഴയിൽ പൊടുന്നനെ വെള്ളപ്പൊക്കമുണ്ടായി. സമീപത്തെ തടാകം നിറഞ്ഞു കവിഞ്ഞ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾ ഉൾപ്പെടെ ഒഴുകിപ്പോയി. 24 മണിക്കൂറിനുള്ളിൽ 50 സെന്റിമീറ്റർ മഴയാണ് കൃഷ്ണഗിരിയിൽ പെയ്തിറങ്ങിയത്. വിഴുപുരത്തും പുതുച്ചേരിയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കെടുതികൾ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി. പുതുച്ചേരിയിൽ റേഷൻ കാർഡുള്ള ഓരോ കുടുംബത്തിനും 5000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൃഷിനാശത്തിനും പ്രത്യേകം ധനസഹായം നൽകും. വിഴിപുരത്തിന് സമീപം വിക്രവണ്ടിയിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. സേലത്തിന് സമീപം ഏർക്കാട്ടും മണ്ണിടിഞ്ഞു വീണു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് നീലഗിരി, പൊഗനക്കൽ ഉൾപ്പെടെ പശ്ചിമഘട്ട മേഖലയിൽ വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ മഴ മുന്നറിയിപ്പുള്ള 7 ജില്ലകളിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ മഴ പെയ്യുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.